ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പിസ്സ റെസിപ്പിയുമായിട്ടാണ്. അതിനുള്ള നമ്മുടെ ചിക്കൻ പീസാണിത്. ചിക്കൻ പീസ് ബ്രസ്റ്റ് പീസാണ്. നല്ലോണം ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് വെച്ചതാണ്. നമുക്കിനി നമ്മുടെ പിസ്സയിലേക്കുള്ള ഡോ റെഡിയാക്കാം. അതിനാവശ്യമായിട്ട് വരുന്ന ഐറ്റംസാണ് ഈസ്റ്റ്, പഞ്ചസാര, പിന്നെ ഇളം ചൂടുവെള്ളം. നമുക്ക് നമ്മളിപ്പോൾ 1 കിലോ മൈദയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തേക്കണത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് നമ്മൾ എടുത്തേക്കണത്. അത് നമുക്കിതിലേക്ക് ഇടാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലിടണത്. നല്ലോണം ഇളക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലോണം വീർത്ത് പൊന്തി വരും. നമുക്ക് ഇനി മൈദ തന്നെ നമുക്ക് ഇതാക്കി എടുക്കാം. മൈദയിലേക്ക് ആവശ്യമായിട്ട് വരണ ഉപ്പിടാം. നമ്മൾ എന്തോരാണ് എടുക്കണത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പിടണത്. അപ്പോൾ നമ്മളിപ്പോൾ 1 കിലോ മൈദയാണ് എടുത്തേക്കണത്. നമുക്ക് ആക്കി വെച്ചേക്കണം നമ്മുടെ ഈസ്റ്റ് നല്ലോണം ആയിട്ടുണ്ട്, നല്ല വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റും ആ വെള്ളം നമുക്ക് ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പിട്ടിട്ട് നമ്മുടെ മൈദ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത്. ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പോരാ, എന്നാലും നമുക്ക് വെള്ളത്തിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ച് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഈസ്റ്റ് എടുത്ത് വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു പറയില്ലേ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു ലെവലിലാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തത്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ലൂസിലാണ് എടുത്തത്. ഇത് കൈ ഒട്ടി പിടിക്കുന്ന ഒരു പോലെ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നത്. പക്ഷെ ഇതാണ് അതിൻ്റെ പാകം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളം കുറച്ചുകൂടിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കറിയാലോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത്. അതേപോലെ തന്നെയാണ് മൈദയിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, ഇതാണ് പാകം. നമുക്കിനി ഇത് 1/2 മണിക്കൂർ നേരം അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് ആയി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ആക്കി വെച്ച് നമ്മുടെ ചിക്കനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നേരം കൊണ്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഇതും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ വറുത്തേക്കണത്. വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യണില്ല, വെച്ചിട്ടുണ്ടെങ്കിൽ മണം വരില്ലേ. ഇതാകുമ്പോൾ ആ മണമൊന്നും വരില്ലല്ലോ. നല്ലോണം നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കൂടി നമുക്ക് ചിക്കൻ ആയി കിട്ടും. നമ്മുടെ ചിക്കൻ ആയി കഴിഞ്ഞു. ഇതാണ് ഈ പാകത്തിലാണ് എടുത്തേക്കണത്. നല്ലോണം ഡ്രൈ ആക്കിയില്ല, അപ്പോൾ ചിലപ്പോൾ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മുടെ ഡോ ഇവിടെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, 3/4 മണിക്കൂറായിട്ടുണ്ടായിരുന്നുള്ളൂ. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടി ഇതിനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി വയ്ക്കാം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 5 പീസോളം കിട്ടിയിട്ടുണ്ട്. വലുപ്പത്തിലുള്ള പിസ്സ നമ്മൾ 5 ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓവനിലൊന്നല്ല
നമ്മൾ ഇങ്ങനെ ഒരു തവയിലാണ് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് പിസ്സ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മൊസറല്ല ചീസ് ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ ഒരു 2 സബോള, വലിയ സബോള അരിഞ്ഞ് വെച്ചത്, പിന്നെ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ അതിനാവശ്യമായിട്ട് ഒരു 2 വലിയ തക്കാളി, ക്യാരറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഈ നമ്മുടെ പിസ്സയിലേക്ക് ചേർക്കാൻ പോകുന്നത്. പിന്നെ ആവശ്യമായിട്ട് വരുന്നത് എന്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ പിസ്സ സോസാണ്. നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് നമ്മൾ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒറിഗാനോ. പിന്നെ മൊസറല്ല ചീസാണ് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന കല്ലുമ്മയാണ് ആദ്യം നമ്മൾ ഒരു പിസ്സയിലേക്കുള്ള ഡോ പരത്തിയത്. അത് നമുക്ക് പരത്തിയതിന് ശേഷം നമ്മൾ തവയിലേക്ക് ഇടാണ് ചെയ്തത്. കൈ വെച്ച് ഇങ്ങനെ ഒരു അരിക് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീർത്ത് വരാണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ നല്ലോണം ഇങ്ങനെ മാവ് ഇങ്ങനെ പൊന്തി വരും. അത് ഇങ്ങനെ വരാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണത്. എല്ലാവിടെയും ആയതിന് ശേഷം നമുക്ക് പിസ്സ സോസ് നമുക്ക് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് അടുത്തൊരു വീഡിയോ നമ്മൾ കാണിക്കും. നമുക്ക് ഈ സോസ് എല്ലാവിടെയും ആവത്ത വിധത്തിൽ നല്ലോണം തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ മൊസറല്ല ചീസാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മൊസറല്ല ചീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ഈ കാണുന്നവരൊക്കെ നമുക്കിത് ജസ്റ്റ് വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് അപ്പോൾ ഈ പിസ്സയിൽ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിസ്സയിൽ ശരിക്കും പറഞ്ഞാൽ മൊസറല്ല ചീസാണ് അതിന് ആ ഒരു ഭംഗിയും ടേസ്റ്റും കൊടുക്കണത്. ഒറിഗാനോ ഇട്ട് കൊടുക്കാം. എല്ലാവിടെയും ആവത്തക്ക വിധത്തിലാണ് നമുക്ക് സ്പ്രെഡ് ചെയ്തിടേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ്റെ പീസ് എല്ലാവിടെയും ആവത്തക്ക വിധത്തിൽ ഇട്ട് കൊടുക്കാം. വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. നമുക്കിതിൽ ഏത് വെജിറ്റബിൾസും വേണമെങ്കിൽ ഇടാം. നിറയെ വെജിറ്റബിൾസ് ഇടാം. കുറച്ച് സബോള ഇതിലിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കളറോ 3 കളറിലോ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് പച്ച കളർ തന്നെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളിയൊക്കെ ഇടുന്നത്. ഇതിന് മീത് നമ്മൾ ഗ്രേറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മുടെ ക്യാരറ്റിന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. പിന്നെ അതിന് മീത് നമുക്ക് നിറയെ ആവത്തക്ക വിധത്തിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതുപോലെ വെജിറ്റബിൾസൊക്കെ അവരെ വയറ്റിലേക്ക് ചെല്ലും. നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, കടയിൽ കിട്ടുന്ന പിസ്സ പോലെന്ന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ചിക്കൻ്റെ പിസ്സ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.